ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ എഫ് എം എന്താണെന്ന് കണ്ടു, പി എം എന്താണെന്ന് കണ്ടു, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും കണ്ടു. എഫ് എം എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സായ മോഡുലേഷൻ ഇൻഡെക്സ്, അതേപോലെ ഫ്രീക്വൻസി സ്പെക്ട്രം, ഇതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അത് കവർ ചെയ്തിരുന്നു കഴിഞ്ഞ സെഷനിൽ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫ് എം എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എ എം ജനറേഷൻ കണ്ടിരുന്നു, അതേപോലെ എഫ് എം ജനറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So basically there are three methods of generating FM. So they are like they fall under direct method and indirect method. Okay, so two direct methods are reactance modulator and varactor diode modulator. Okay, reactance modulators and varactor diode modulator. So this is direct method of FM generation, and indirect method എന്ന് പറഞ്ഞാൽ Armstrong method ആണ്. Armstrong method of FM generation, which is quite complex. Okay, സോ ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻസ് മോഡുലേറ്റർ. സോ ഇവിടെ നമ്മൾ ഈ പറയുന്ന മോസ്ഫെറ്റിൻ്റെ റിയാക്റ്റൻസ് വേരി ചെയ്തിട്ടാണ്, അതായത് എ സി റെസിസ്റ്റൻസ് ആണ് റിയാക്റ്റൻസ്. സോ എ സി റെസിസ്റ്റൻസ് വേരി ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഈ റിയാക്റ്റൻസ് എക്സ് സി ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദിസ് ആർ വാല്യൂ. സോ എക്സ് സി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അസോസിയേറ്റഡ് ടു ദ ഫ്രീക്വൻസി. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോകുന്നില്ല, ബിക്കോസ് യു നീഡ് ഓൺലി ദ മോഡുലേറ്റർ സൈഡ്. ഓക്കെ, സോ എനിവേ വി യൂസ് എ മോസ്ഫെറ്റ് to have a variable reactance. Okay, when you apply voltage, the reactance of this MOSFET will change, and that will affect the frequency output of the MOSFET. So basically voltage അനുസരിച്ച് frequency change ചെയ്യാം, അതാണല്ലോ എഫ് എം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് മോഡുലേറ്റിംഗ് വോൾട്ടേജിനനുസരിച്ച് കരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാം. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. സോ വെൻ യു ചേഞ്ച് എ വോൾട്ടേജ്, സോ യു വിൽ ഹാവ് ദ റിയാക്റ്റൻസ് വേരിഡ്, and this reactance is associated with the frequency output. So ഇതാണ് one of the direct method, that is reactance method. രണ്ടാമത്തത് varactor diode modulator ആണ്. varactor diode എന്ന് വെച്ചാൽ എന്താണ്, അതായത് the junction capacitance of the diode is varied in accordance with the applied voltage. അതാണ് varactor diode. അതായത് this diode will act as a variable capacitor. So when you, and this capacitance will vary in accordance with the applied voltage. So നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ച് കപ്പാസിറ്റർ വേരി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കപ്പാസിറ്റർ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രീക്വൻസി, ആൻഡ് ദിസ് സർക്യൂട്ട് വിൽ ഹാവ് ആൻ ഓസിലേറ്റിംഗ് എഫക്റ്റ്, ആൻഡ് ദിസ് ഈസ് ലൈക്ക് ഫൈനലി ട്യൂൺഡ് ഔട്ട് അല്ലെങ്കിൽ ടാപ്ഡ് ഔട്ട്. സോ യു ഹാവ് ഓഡിയോ ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രം ഹിയർ ആൻഡ് ദി oscillator frequency from here, and this diode will produce a variable frequency in accordance with the amplitude of the AF signal, which is fed using this transformer. So idana varactor diode modulator. Okay, so you have reactance modulator and varactor diode modulator. So ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. സോ ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പിന്നെ നോട്ട്സ് നിങ്ങൾ സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റെഫറൻസ് ബുക്കിലും അവൈലബിൾ ആണ്. സോ നിങ്ങളത് റെഫർ ചെയ്യണം. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ട്, അതായത് ഈ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് മാറും. ഹൗ? ബൈ അപ്ലൈയിങ് ആൻഡ് വോൾട്ടേജ്. സോ ഈ വോൾട്ടേജിൻ്റെ ലൈക്ക് ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റൻസ് വിൽ ചേഞ്ച്, ആൻഡ് ദിസ് വിൽ അലൗ this oscillator circuit, അല്ലെങ്കിൽ ഈ ഹൈ ഫ്രീക്വൻസിനെ, ഈവൻ ദിസ് ഈസ് ലൈക്ക് എ ഡയോഡ്, റൈറ്റ്? സോ ഇറ്റ് വിൽ അലൗ വിത്ത് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ഫ്രീക്വൻസി, this amplitude. So ഈ ഫ്രീക്വൻസി വിൽ ബി എഫക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി അപ്ലൈഡ് AF വോൾട്ടേജ്. ക്ലിയർ? സോ ദിസ് ഈസ് varactor modulator. സോ ഇത് രണ്ടുമാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടുന്ന രണ്ട് സർക്യൂട്ട്സ്. ഓക്കെ, ഇനി ആംസ്ട്രോങ് മെത്തേഡ് ഈസ് എൻ ഇൻഡയറക്റ്റ് മെത്തേഡ്, വിച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലക്സ് മെത്തേഡാണ്. വെർ യു യൂസ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്, ദെൻ ബാലൻസ് മോഡുലേറ്റേഴ്സ്, ദെൻ എ കമ്പൈനിങ് നെറ്റ്വർക്ക്, ദെൻ എ സീരീസ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്, then you mix the signal with another oscillators, and then you amplify the signal and then transmit. So it is a complex method of FM transmission, അല്ലെങ്കിൽ FM ജനറേഷൻ്റെ ഒരു കോംപ്ലക്സ് മെത്തേഡാണ് Armstrong method. Okay, so anyway, this is the block diagram of Armstrong method. So you go through this and make notes for the examination. So this is the like actually ഇവിടെ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, this is the radio frequency and this is the audio frequency. സോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു,
മിക്സ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ലൈക്ക് യു ഗെറ്റ് എ ആഫ്റ്റർ കപ്പിൾ ഓഫ് മൾട്ടിപ്ലയേഴ്സ് യു വിൽ ഗെറ്റ് എ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. സി ഫ്രം ഹിയർ യു വിൽ ഗെറ്റ് എ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. ഇനി അതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യു മിക്സ് ഇറ്റ് വിത്ത് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ. എഗെയിൻ എ സീരീസ് ഓഫ് മിക്സേഴ്സ്. ഈ സെക്കൻഡ് ഗ്രൂപ്പ് മൾട്ടിപ്ലയർ. സോ എന്താ ഈ സെക്കൻഡ് ഗ്രൂപ്പ് മൾട്ടിപ്ലയർ? യു വിൽ ഹാവ് ഡിഫറെൻറ്റ് set of frequencies like this is very low, this is low, and this is high. So this is how like different group of frequency-നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആംസ്ട്രോങ് മെത്തേഡ്. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ യു ആംപ്ലിഫൈ ദ സിഗ്നൽ ആൻഡ് ദെൻ യു ട്രാൻസ്മിറ്റ്. സോ യു വിൽ യൂസ് എ series of multipliers for Armstrong method. Okay, so this is how you generate frequency modulated signal. Clear? ഇനി demodulation നോക്കുകയാണെങ്കിൽ it is quite simple. It is all based upon a voltage controlled oscillator. In the voltage controlled oscillator, the voltage controlled oscillator, so the main components of demodulator is a mixer, a low pass filter, അല്ലെങ്കിൽ ഒരു loop filter ആയിരിക്കും ഇത്, a filter and a voltage controlled oscillator. Okay, so a mixer you already know, നമ്മൾ AM-ൽ കണ്ടിരുന്നു, it mixes two signals, and this is a low pass filter which allows only low frequencies to go through because amplitude പിന്നെ മോഡുലേറ്റിംഗ് സിഗ്നൽ, അതായത് AF ഓഡിയോ സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ സിഗ്നൽ എപ്പോഴും ലോ ഫ്രീക്വൻസി ആയിരിക്കും. സോ വി യൂസ് എ ലോ പാസ് ഫിൽറ്റർ ആൻഡ് ദെൻ വി യൂസ് എ വെരി ക്രൂഷ്യൽ ഫീഡ്ബാക്ക് എലമെൻറ്റ് നോൺ ആസ് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. അതായത് നമ്മൾ ഇവിടെ കിട്ടുന്ന ആ ഒരു ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇവിടുത്തെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. സോ ആക്ച്വലി യു ഹാവ് എ FM മോഡുലേറ്റഡ് സിഗ്നൽ, അതിൻ്റെ കൂടെ നമ്മളൊരു എറർ, അതായത് ഇവിടെ കിട്ടുന്ന ഈ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചുള്ള ഫ്രീക്വൻസി സിഗ്നലും കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എവിടെയൊക്കെ ഫേസ് ഡിഫറൻസ് ഉണ്ടോ അവിടെയൊക്കെ സിഗ്നൽ വീക്കാവും. ക്ലിയർ? സോ ഇവിടെ കിട്ടുന്ന എന്താ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഈ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇവിടെ ഒരു സിഗ്നൽ, അതാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. സോ ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ഓസിലേറ്ററി സിഗ്നൽ VT ഈസ് കൺട്രോൾഡ് ബൈ ദ വോൾട്ടേജ് ദാറ്റ് വി ഗെറ്റ് ഹിയർ. ഓക്കെ, ഈ ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നലേ പാസ് ചെയ്യുള്ളൂ. സോ ആ വോൾട്ടേജിനനുസരിച്ച് എന്താ ഇതിൻ്റെ ഫ്രീക്വൻസി മാറും. ഇനി ഈ ഒരു വോൾട്ടേജിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയും ഈ ഒരു FM സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താ, ഓപ്പോസിറ്റ് ഫേസുള്ള സാധനങ്ങൾ കട്ട് ഓഫ് അവോയ്ഡ് ആവും, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഉള്ളത് പിന്നെ നെഗ്ലക്റ്റ് ചെയ്ത് പോകും. സെയിം ഫേസ് ആണെങ്കിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്യും. സോ അത് വീണ്ടും ലോ പാസ് ഫിൽറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലാത്തത് അല്ലെങ്കിൽ പിന്നെ ആംപ്ലിറ്റ്യൂഡ് മാച്ച് ആവാത്തത് 0 ആയിരിക്കും. ബട്ട് എനിവേ ഹിയർ ദ വോൾട്ടേജ് വിൽ ബി ചേഞ്ച്ഡ്. സോ ആ വോൾട്ടേജിനനുസരിച്ചുള്ള ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് ഈസ് ലൈക്ക് എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഫൈനലി ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെയും ഇൻപുട്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ടിൽ ഡീമോഡുലേറ്റഡ് FM സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ യു വിൽ ഗെറ്റ് എ വോൾട്ടേജ് വേരിയിങ്, അല്ലെങ്കിൽ ഒരു ലോ ഓഡിയോ സിഗ്നലാണല്ലോ കിട്ടുക. സോ ആ വോൾട്ടേജിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയാണ് VCO ഇവിടെ കിട്ടുക. അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് എ കറക്റ്റഡ് ഔട്ട്പുട്ട് ഹിയർ. സോ അങ്ങനെയാണ് നമുക്ക് തിരിച്ച് ഓഡിയോ ഫ്രീക്വൻസി തന്നെ നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് എ സിംപ്ലിഫൈഡ് ഡയഗ്രാം ഓഫ് FM റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ദർ ആർ 2 concepts to handle noise in FM. ഓക്കെ, ഒന്ന് ഡീഎംഫസിസും പ്രീ എംഫസിസും, അല്ലെങ്കിൽ പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ്. അതായത് ഹൈ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി കുറച്ച് ഹൈ ആണെന്ന് വിചാരിക്കാം, അത് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു നോയ്സ്. അതായത് നോയ്സ് കാരണം നമ്മൾ ഹൈ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നെ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ FM ചെയ്യുമ്പോൾ, അതിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ, കാരണം മോഡുലേറ്റിംഗ് മറ്റേ കരിയർ ഫ്രീക്വൻസി എന്താ, അതും ഹൈ ആണ്. അപ്പോൾ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയും കരിയർ ഫ്രീക്വൻസിയും ഹൈ ആണെങ്കിൽ എന്താണ്, മോഡുലേഷൻ ഭയങ്കരമായ കോംപ്ലക്സ് ആവും. സോ അപ്പോൾ എന്താണ്, അത് നോയ്സ് കയറിക്കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടി ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീനെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യും, ആർട്ടിഫിഷ്യലി ബൂസ്റ്റ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. So the pre-emphasis is a process of boosting the high modulating frequency signals to achieve noise immunity എന്ന് വേണം പറയാൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ടെക്സ്റ്റിലുണ്ട്, സോ ബൂസ്റ്റിംഗ് ഓഫ് ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിനെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് നോൺ ആസ് പ്രീ എംഫസിസ്. സോ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. സോ യു വിൽ ഹാവ് എൻ RC നെറ്റ്വർക്ക് ആൻഡ് ദെൻ യു ഹാവ്, സോ യു ആക്ച്വലി boost the modulating signal before giving it to
മോഡുലേഷൻ സർക്യൂട്ട്. മോഡുലേറ്റർ സർക്യൂട്ടിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ AF, അതായത് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നലിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യും, അതിന് വേണ്ടിയുള്ള സർക്യൂട്ടാണ്. സോ ഇറ്റ്സ് ബേസിക്കലി എ ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് എ പ്രീ എംഫസിസ്ഡ് FM ഔട്ട്പുട്ട്. സോ ഇതാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. സോ നമ്മുടെ DB, നമ്മുടെ പവർ DBയിലാണല്ലോ പറയുക. സോ പവർ വിൽ ബി ബൂസ്റ്റഡ്. സി the output, the power will be boosted. So low frequency signal, low frequency modulating സിഗ്നലിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് അതിനെ എന്ത് ചെയ്യണം? അതിനെ തിരിച്ച് പിടിക്കണമെങ്കിൽ അതിനെ ഡീഎംഫസിസ്, അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്യണം. സോ റിവേഴ്സ് പ്രോസസ്സ് ഹാപ്പൻസ് ഹിയർ ഇൻ ദി റിസീവർ എൻഡ്. സോ യു ഹാവ് FM ഇൻപുട്ട്, നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്തു, നേരത്തെ കണ്ട പോലെ VCO ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു RC നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട്, അതായത് ഒരു ഹൈ പാസ് ഒരു ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട്, സോ ദിസ് നെറ്റ്വർക്ക് ഈസ് എ ലോ പാസ് ഫിൽറ്റർ, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റർ എന്ന് പറയും. സോ ദിസ് ഇൻറ്റഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ച് പഴയ എനർജിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. സോ ദിസ് ഈസ് ലൈക്ക് 2122 ഹെർട്സ്, കാരണം അത്രയ്ക്കും 2.1 കിലോ ഹെർട്സിലൊക്കെയാണ് നമ്മൾ 30 കിലോ ഹെർട്സിലേക്ക് ബൂസ്റ്റ് ചെയ്തത്. ഇത് തിരിച്ച് 2122 കിലോ ഹെർട്സിലേക്ക് ഹെർട്സിലേക്ക് തിരിച്ചു വന്നു. സോ ഈ ഒരു ഹൈ ഫ്രീക്വൻസിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഒരു എനർജൈസ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ലൈക്ക് പ്രീ എംഫസിസ്. സോ ഇറ്റ് ഗോസ് ടു 30 കിലോ ഹെർട്സ് ആൻഡ് ദെൻ നമ്മളത് തിരിച്ചു പിടിക്കുകയാണ് ഡി എംഫസിസിലൂടെ. So for pre-emphasis you use a high pass filter, and for de-emphasis you use a low pass filter, like an integrator circuit. Clear? So idonnu manasilaakka. So this is an high pass filter and this is a low pass filter, or this is a differentiator, or this is an integrator. This is an integrator. Clear? So ഈ രണ്ട് സർക്യൂട്ട് നമ്മൾ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ നോയ്സ് കയറിക്കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രണ്ട് സർക്യൂട്ടാണ്. ഇതില്ലെങ്കിൽ എന്താ സംഭവിച്ചെങ്കിൽ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഹയർ ഇൻഫർമേഷൻ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൽ നോയ്സ് കയറിക്കൂടും. അപ്പോൾ ആ നോയ്സോട് കൂടിയായിരിക്കും മോഡുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് നത്തിങ്. ഓക്കെ, സോ ദിസ് ഈസ് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ്. ഇനി PLL ഉപയോഗിച്ചിട്ടുള്ള ഡിറ്റക്ടർ, നേരത്തെ പറഞ്ഞ ഡിറ്റക്ടറിൽ പിന്നെ അതും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് ഈസ് ലൈക്ക് നമ്മളൊരു ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, അതാണ് PLL. ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, അതായത് ഈ മൊത്തം ബ്ലോക്കിനെയാണ് നമ്മൾ PLL ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ലൈക്ക് ദർ വിൽ ബി എ ഫേസ് ഡിറ്റക്ടർ, ലോ പാസ് ഫിൽറ്റർ ആൻഡ് VCO. ഇത് മൂന്നും അടങ്ങിയതിനെയാണ് നമ്മൾ PLL എന്ന് പറയുക. സോ യു ആക്ച്വലി ലൈക്ക് ഒരു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ് ഡിറ്റക്ടർ എപ്പോഴും ഒരു ഫേസിലേക്ക് ലോക്കായിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. സോ യു വിൽ ഗെറ്റ് എൻ FM സിഗ്നൽ. സോ അതിനൊരു ഫേസ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി ലോക്ക്ഡ് ടു ദാറ്റ് ഫേസ്. ദെൻ യു ഹാവ് എ ലോ പാസ് ഫിൽറ്റർ, ദെൻ ഒരു എറർ ആംപ്ലിഫയർ, ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന്. ദെൻ യു ഹാവ് എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് യൂസിങ് എ VCO. സോ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ട് അല്ലേ. സോ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ച് ഇവിടെ ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും. സോ ഈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത് വിൽ ബി മിക്സ്ഡ് വിത്ത് കമ്പയർഡ് വിത്ത് ദി ഇൻപുട്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇൻപുട്ട് ഫേസ്. ഓക്കെ, ഇവിടെ ഈ ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ച്, കാരണം ഇവിടെ ലോ പാസ് ഫിൽറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു വോൾട്ടേജ് ഔട്ട്പുട്ടാണ് കിട്ടുക. എറർ ആംപ്ലിഫയർ ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. സോ യു വിൽ ഗെറ്റ് എ ഫ്രീക്വൻസി ഹിയർ, അല്ലെങ്കിൽ ഒരു സിഗ്നൽ, ഒരു ഓസിലേറ്ററി സിഗ്നൽ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി കമ്പയർഡ് വിത്ത് ദി ഇൻപുട്ട് FM സിഗ്നൽ. ഓക്കെ, ഈ FM സിഗ്നലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. സോ വെൻ ദർ ഇസ് എ ഡിഫറൻസ്, അതായത് കാരണം ഫേസ് മാറുമല്ലോ, കാരണം ഇവിടെ എന്താ ഫ്രീക്വൻസി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇവിടെ ഈ വോൾട്ടേജിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയാണ് കിട്ടുന്നത്. സോ ഇഫ് ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എൻ എറർ. ഓക്കെ, സോ എവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടോ അവിടെ എറർ ഉണ്ടാവും അല്ലേ. ഈ എററിനെ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു അവർ മോഡുലേറ്റിംഗ് സിഗ്നൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഈ എറർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്. ആൻഡ് ദെൻ യു ഗീവ് ഇറ്റ് ടു എ ലൈക്ക് ഹൈ പാസ് കപ്പാസിറ്റർ, ലൈക്ക് കപ്പാസിറ്റർ യൂസ് ഫോർ ഹൈ പാസ് ഫിൽറ്ററിങ്, ആൻഡ് ദെൻ യു ഗെറ്റ് ദി ഔട്ട്പുട്ട്. സോ ബേസിക്കലി ഇവിടെ നടക്കുന്നത് എന്താ, ഒരു കമ്പാരിസണാണ്. ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയും നമ്മുടെ FM സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എറർ വിൽ റെപ്രസെൻറ്റ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. ക്ലിയർ? സോ ഇങ്ങനെയാണ് PLL വർക്ക് ചെയ്യുന്നത്. സോ യു യൂസ് ആക്ച്വലി എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. സോ ദിസ് ഈസ് എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. ദിസ് എൻ്റയർ തിങ് ഈസ് എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, ആൻഡ് യൂസിങ് ദ ഫേസ്, ദിസ് ഈസ് എ പോപ്പുലർ മെത്തേഡ് ഓഫ് FM ഡിറ്റക്ടർ. ഓക്കെ, സോ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ FM ഡിറ്റക്ഷൻ നമ്മൾ കാര്യമായിട്ട് നടത്തുക.
ക്ലിയർ. സോ മെയിൻലി കമ്പാരിസൺ പ്രോട്ടോക്കോളിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇഫ് യു ഈ എറർ, ഈ കമ്പാരിറ്റീവിൽ കിട്ടുന്ന എററിനെ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി മെസ്സേജ് സിഗ്നൽ. ഓക്കെ. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ AM, FM ആൻഡ് PM. സോ AM ഫംഗ്ഷൻ വൈസ് ഡിഫറൻസ് എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ് വേരീസ് ആസ് പെർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ്. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് AM. ഇനി മോഡുലേറ്റിംഗ് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഫ്രീക്വൻസി മാറുന്നത് FM. ഇനി മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഫേസ് മാറുന്നത് PM. ഓക്കെ, ഒറ്റയടിക്ക് മൂന്നിൻ്റെയും ഡെഫിനേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ക്ലിയർ. ഇനി കരിയർ പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് കരിയർ വേവ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഹിയർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ വേവ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. സോ അതുകൊണ്ടാണ് ഇതിനെ ആംഗുലർ മോഡുലേഷനും AM-ന് നോൺ ആംഗുലർ മോഡുലേഷൻ പറയുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇവിടുത്തെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ there are different types of AM like dual sideband suppressed AM, then single sideband, vestigial sideband, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് AM ഉണ്ട്. ഇനി FM-ൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ FM ടൈപ്സ് ഉണ്ട്, ലൈക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, then FS case, offset FS case, GFS case. So different types of digital FM available ആണ്. അതുപോലെ PM also, phase modulation also you have binary phase shift keying, quarter phase shift keying, QAM, combination of amplitude and phase modulation. So you have different types of PM also. So ഇത് അങ്ങനെയാണ് നമുക്ക് ബേസിക്കലി AM, FM and PM could be compared. So കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണെങ്കിൽ എ ബെറ്റർ ഇമ്മ്യൂണിറ്റി ഈസ് ഫോർ FM. ഫ്രീക്വൻസി മോഡുലേഷനാണ് കുറച്ചും കൂടി നോയ്സ് ഇമ്മ്യൂണിറ്റി ഉള്ളത്, പവർ കൂടിയത്, അതേപോലെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടിയത് FM-നാണ്. സോ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ, ബെറ്റർ ദാൻ AM ആൻഡ് PM. കാരണം നോയ്സ് ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ളത് FM-നാണ്. ഓക്കെ, താങ്ക് യു.